ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന ഈ റിപ്പോർട്ട് ആദ്യം തന്നെ കൈരളി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. മറ്റു മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് ഞങ്ങളുടെ അടക്കം പക്കലിലേക്ക് വന്ന ആദ്യമെത്തിയ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് അതൊരു പൊതുചർച്ചയ്ക്ക് വിധേയപ്പെട്ടു. ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും കൂട്ടിച്ചേർക്കാതെ അഡ്വക്കേറ്റ് ആതിരയോട് ആദ്യം ചോദിക്കാനുള്ളത് അതുതന്നെയാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, അതിലെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ, ഇതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തു തോന്നി? ആദ്യം ഈ പറയുന്നത് പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി പഠനം നടത്തി എന്നുള്ളതും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആ സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെന്തൊക്കെയായിരിക്കണം ടേംസ് ഓഫ് റെഫറൻസ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ആ ടേംസ് ഓഫ് റെഫറൻസ് 7 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഈ അന്വേഷണം നടത്താൻ വേണ്ടി ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് പേജ് 27-ലും 28-ലും അവർ അതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇഷ്യൂസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്പോർട്ട് പോകുന്നുണ്ട്. ആ ഇഷ്യൂസ് സത്യത്തിലൊരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആധുനിക സമൂഹത്തിനകത്ത് ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും മലയാളം ഫിലിം ഇൻഡസ്ട്രി വളർന്നിട്ടില്ല എന്നുള്ളതിനുള്ള കൃത്യമായ സൂചനകളാണ് തരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം എന്നുള്ളൊരു പൊതുബോധവും ധാരണയൊക്കെ ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അതിന് ഇത്രയും ആഴമുണ്ടെന്നും ഇത് നമ്മളിപ്പോൾ കണ്ടതും ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണെന്നും ഇതിന് എത്രയോ ആഴത്തിൽ മലയാള സിനിമാ മേഖലക്കകത്ത് വിവിധ മേഖലകൾക്കകത്ത് ഈ റിപ്പോർട്ട് തന്നെ 30 കാറ്റഗറി ആയിട്ട് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ 30 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. ആ 30 കാറ്റഗറികൾക്കകത്തും പണിയെടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രയും സങ്കീർണമാണ് എന്നും അതിൽ സെക്ഷൽ ഹാരാസ്മെൻറ്റ്, അബ്യൂസ്, അസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ട് തുറന്നു വെക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആത്മവിമർശനപരമായിട്ട് മലയാളികളും മലയാളം ഫിലിം ഇൻഡസ്ട്രി പ്രത്യേകിച്ചും പരിശോധന നടത്തേണ്ടതുണ്ട്. പോയ കാലത്തൊക്കെ ഇതൊക്കെ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നിടം, ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ ഓഫീസ്, ഞാൻ നിൽക്കുന്നിടം മനോഹരം എന്ന് പറയാനാണ് ശ്രമിച്ചതെങ്കിൽ ആധുനിക കാലവും ഈ പ്രത്യേകിച്ച് 2013 തൊഴിലിടത്തെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്ന നിയമം വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരികയും ഇതിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിലും അതുപോലെ തന്നെ തൊഴിലിടത്തെ സംവിധാനങ്ങൾക്കകത്തും എങ്ങനെയാണ് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പറയുന്ന ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അതിലെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് മലയാളം സിനിമ ഇനിയും എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. മലയാളം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു WCC ഇനിഷ്യേറ്റീവ് ഒരു പ്രശ്നം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ആ സ്ത്രീകളുടെ പ്രശ്നം, മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുന്നു. അതിൻ്റെ ശുപാർശകൾ വരുന്നു. ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് പുറത്തു വരുന്നതിനൊരു സാധ്യത ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഇത് സിനിമ എന്ന് പറയുന്നതൊരു ഇൻഡസ്ട്രി മാത്രമല്ല, അതൊരു കലാപരമായ മേഖല കൂടിയാണ്. അതിലൊരു തൊഴിലിടം എന്നതിനെ എത്രമാത്രം കൃത്യമായി ഡിഫൈൻ ചെയ്യാം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഓരോ തൊഴിലിടവുമായി ഓരോ ലൊക്കേഷനും ഓരോ ഷൂട്ടിംഗ് സെറ്റും മാറുന്നു. അവിടെ IC വരുന്നു, ഇൻറ്റേർണൽ കമ്മിറ്റി സംവിധാനങ്ങളൊക്കെ വരുന്നു. അതിലെ പോരായ്മകളൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയ്ക്ക് പോകാനാകുമോ? കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി മലയാളത്തെ മാത്രമായി, ഇപ്പോൾ തമിഴ്നാട്ടിലോ മറ്റ് ഭാഷകളിലോ ഒന്നുമില്ലാത്ത വിധം കേരളത്തിൽ മാത്രമായി കുറേ കൂടി ഈ പറഞ്ഞതുപോലെ വലിയ ശുപാർശകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ശുപാർശകളിലേക്കൊക്കെ യഥാർത്ഥത്തിൽ പോകാനാകുമോ എന്നുള്ള റെഗുലേറ്ററി കമ്മീഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ കഴിയും. ഇത് ഒരു ഐ ഓപ്പണറായി കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം, ആ സംവിധാനം കൂടുതൽ നവീകരിക്കാം എന്നതിനപ്പുറത്തേക്ക് എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്താനാവും? സത്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒന്ന്, കേരളത്തിലെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു നടിക്ക് നേരെ നടന്ന അതിക്രമം, അതിനെ തുടർന്ന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇത്തരം അതിക്രമങ്ങൾ ഒരു സ്ത്രീക്കെതിരെയും നടക്കാൻ വേണ്ടി പാടില്ല, ഈ ഇൻഡസ്ട്രിയിലും നടക്കാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിച്ച നമ്മളൊക്കെ ആരാധിക്കുന്ന നായികമാരായിട്ടുള്ള ആളുകൾ അവരുണ്ടാക്കിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ നിന്നും അവർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് സംഘടിതമായ രൂപത്തിലേക്ക് WCC എന്നുള്ള രീതിയിൽ വികസിക്കുന്നു. ആ WCC
പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഈ പരാതിയുമായി പോകുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഒരു പരാതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങി വെച്ചാൽ ശരി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയലാണ് പതിവ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ ആഴത്തിൽ കാണാനും പഠിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെൻറ്റും സംവിധാനവും ഉള്ളതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി തന്നെ നിലവിൽ വന്നത്. ആ കമ്മിറ്റിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ പിന്തുണ സംസ്ഥാന ഗവൺമെൻറ്, കേരള വനിതാ കമ്മീഷൻ, WCCയുടെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കേവലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതങ്ങനെ ചുരുങ്ങിപ്പോകുമെന്ന് കരുതാൻ എന്തായാലും ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റില്ല. കാരണം ഇത്രയും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് മുൻപോട്ട് തന്നെ പോകും. ഈ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ എന്തെന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള അന്വേഷണം ആ തൊഴിൽ മേഖലക്കകത്ത് നിൽക്കുന്ന ഇതിനകത്ത് പറയുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നാണ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പം മനുഷ്യാവകാശം, മറ്റ് സ്ത്രീകളുടെ തുല്യത എന്നൊക്കെ പറയാൻ കുറച്ച് ഇപ്പോഴും മടിയുള്ള ആളുകളുണ്ടാകും. പക്ഷെ മനുഷ്യാവകാശം എന്നൊക്കെ പറയാൻ വളരെ സന്നദ്ധമായിട്ടുള്ള മനുഷ്യരുമുണ്ട്. അപ്പം മനുഷ്യാവകാശത്തെ കരുതിയെങ്കിലും എല്ലാ ഇതിനകത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അവരവർ തൊഴിലെടുക്കുന്ന ഒരിടത്ത് നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുമെന്നും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്റ്റീവായിട്ടുള്ള ആലോചന നടത്തുമെന്നും ആ ആലോചനകൾക്ക് എന്തായാലും ആ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടി വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു തൊഴിലിടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്.